ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ അങ്ങനെ കാറിൽ വന്ദനയുടെ വീട്ടിൽ നിന്ന് തിരികെ പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് മനോഹർ ഇങ്ങനെ ചിരിച്ചിട്ട് പറയണം, എന്തായാലും ഈ കവറിൽ എന്താണെന്ന് നോക്കാം, ആദ്യം തന്നെ അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കവർ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചെക്കാണല്ലോ വീണ്ടും എന്നും പറഞ്ഞ് ചെക്കിൻ്റെ ആ പൂജ്യങ്ങളുടെ എണ്ണം 1, 10, 100, 1000 അങ്ങനെ പറഞ്ഞിട്ട് 1 കോടി, വീണ്ടും 1 കോടിയോ, ഈശ്വര ഞാൻ ജയിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മൊത്തം 2 കോടി എൻ്റെ കയ്യിൽ. എന്തായാലും ബഗാസുര, നീ എനിക്കിനി ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല, തന്നാലും തന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും രക്ഷപ്പെട്ടടാ, ഞാൻ എന്തായാലും ഈ കൊമ്പ് ഞാൻ ഇനി വിടൂല. ഇനി നിൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകും എത്രയും പെട്ടെന്ന് തന്നെ. അത് നിൻ്റെ മോളുടെ ഈ വൃത്തികെട്ട സ്നേഹത്തിൽ നിന്ന് എനിക്കൊന്ന് സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പിറുത്തുകൊണ്ട് നമ്മുടെ മനോഹർ പോവുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ കല്യാണി കിരണിനോട് ചെന്ന് പറയുന്നുണ്ട്. കിരൺ പൊട്ടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങനെ സോഫയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എന്നാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കിരൺ. അപ്പോൾ പറയുകയാണ്, കുറച്ചങ്ങ് പോകട്ടെ, എന്തായാലും പെട്ടെന്ന് വേണ്ട എന്നിങ്ങനെ കല്യാണി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കല്യാണി പറയാണ്, കിരണേട്ടൻ ഈ ഒരു അവസ്ഥയിലാക്കിയത് അമ്മാവനല്ലേ, അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം. ഇതുപോലെ തന്നെ ആവട്ടെ. മനോഹർ എന്തായാലും സരയുടെ സ്വർണവും പണമൊക്കെ തന്നെയാണ് വന്ദനയ്ക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ്. കാർത്തിക ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുകയാണ്. വേഗം തന്നെ ഫോൺ എടുത്ത് കല്യാണിക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ കല്യാണി നമ്മൾ ഡ്രസ്സ് എടുക്കാറുള്ള ടെക്സ്റ്റൈൽസിൽ അവിടേക്ക് എത്രയും വേഗം ഒരു നിമിഷം പാഴാക്കാതെ വരാൻ പറയുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി കാര്യങ്ങൾ കിരണിനോട് പറയുകയാണ്. കിരൺ പറയുന്നുണ്ട്, വേഗം തന്നെ പൊക്കോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേഗം കല്യാണി കാറും എടുത്ത് അവിടെ നിന്നും പോരുകയാണ്. അങ്ങനെ പുറത്ത് തന്നെ അവിടെ കാർത്തിക കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. എന്ത് പറ്റി കാർത്തിക എന്ന് ചോദിക്കുമ്പോൾ, വായു അവൻ ഇവിടെയുണ്ട്, ആ ഗംഗപ്രസാദ്, ഇവിടെ ഞാൻ കണ്ടു, അവനെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആണോ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവർ രണ്ടുപേരും ടെക്സ്റ്റൈൽസിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നിട്ട് മുകളിലൊക്കെ ചെന്ന് നോക്കുകയാണ്. പക്ഷേ ഇവർ കാണുന്നതിന് മുൻപ് തന്നെ ഗംഗപ്രസാദ് ഇവരെ കാണുന്നുണ്ട്. ഗംഗപ്രസാദ് വേഗം തന്നെ ഒളിച്ചു നിൽക്കുകയാണ്. ഇവരെ മറവിൽ നിന്ന് ഇവരെ കണ്ണിൽ പെടാതെ ഒളിച്ചു നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും എല്ലായിടത്തും ഇങ്ങനെ തിരയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദ് ജാക്കറ്റ് എവിടെയാണെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, ഒരു ലേഡി സ്റ്റാഫിനോട്. അപ്പോൾ അതേ അവിടെയാണെന്നും പറയുമ്പോൾ അവൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു റൂമിൽ നിന്ന് ഒരാളിങ്ങോട്ട് വരികയാണ്. അവിടുത്തെ സ്റ്റാഫ് തന്നെ ഒരു നീലയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടുത്തെ യൂണിഫോമാണത്. അപ്പോൾ അയാൾ ചോദിക്കുന്നതിന് എന്താ വേണ്ട സാറേ എന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവൻ്റെ വായ പൊത്തുകയും അയാളുടെ കഴുത്തിങ്ങനെ പിരിക്കുകയും ചെയ്യുകയാണ്. അയാൾക്ക് പെട്ടെന്ന് വേദന സഹിക്കാൻ അയാളിങ്ങനെ വലിച്ചുകൊണ്ട് പോയി ആ റൂമിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ കല്യാണിയൊക്കെ വേഗം തന്നെ ആ ലേഡി സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ ഫുൾ സ്ലീവ് ബനിയനിട്ട് ഇതിലേ പോകുന്നത് കണ്ടോ എന്ന് പറയുമ്പോൾ അതേത് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിയും കിരൺ അവിടേക്ക് ചെല്ലുകയാണ്. പെട്ടെന്നാണ് ആ റൂമിൽ നിന്ന് ഈ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, ഈ നീല യൂണിഫോം ഒക്കെ ധരിച്ചിട്ട്, ആ സ്റ്റാഫിൻ്റെ യൂണിഫോം ധരിച്ചിട്ട് ഗംഗപ്രസാദ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഗംഗപ്രസാദ് മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണ്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഇവർ ഡ്രസ്സും വേറെയാണല്ലോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അയ്യോ ഒരാൾ ഇങ്ങോട്ട് പോകുന്ന കണ്ടതേ അതിൻ്റെ ഉള്ളിലുണ്ടെന്നും പറഞ്ഞ് ഗംഗപ്രസാദ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവർ ആ റൂം തുറന്നു നോക്കുന്നുണ്ട്. കല്യാണിയും കാർത്തികയും റൂം തുറന്നു നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ കഴുത്തിൽ നിന്ന് വായിൽ നിന്ന് ബ്ലഡൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ കല്യാണി വേഗം തന്നെ, അയ്യോ ആരെങ്കിലും ഓടി വന്നത് നോക്കിയെന്ന് പറഞ്ഞിട്ട് വേഗം അവിടുത്തെ മറ്റു സ്റ്റാഫിനെ വിളിച്ചു വരുത്തുകയാണ്. അവരങ്ങനെ ഓടി വന്നിട്ട് വെള്ളമൊക്കെ മുഖത്ത് തെളിക്കുകയും വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരാൾ എന്നെ വന്ന് കഴുത്തിൽ പിടിച്ചിങ്ങനെ ആക്കിയിട്ട് എൻ്റെ ഡ്രസ്സ് ഇട്ട് അയാൾ അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണിക്കും കാർത്തികയ്ക്കും കാര്യം മനസ്സിലായി, പോയത് ഗംഗപ്രസാദ് തന്നെയാണെന്നുള്ളത്. അങ്ങനെ വേഗം അവർ താഴോട്ട് ഓടി ചെല്ലുകയാണ് അവനെ പിടിക്കാനെന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴേക്കും ഗംഗപ്രസാദ് തൻ്റെ ബുള്ളറ്റും എടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. കണ്ട ചേച്ചി, ഇതാണ് അവനെ സാധാരണ അവർക്കിടയിൽ ഒരു പേരുണ്ട്, അവന് മിന്നൽ എന്നാണ് അവൻ്റെ പേര്. ആ മിന്നൽ എന്ന് കിട്ടുന്നത് വേറൊന്നല്ല, ഇതുപോലെ അവനെ പെട്ടെന്ന് ഒരിടത്ത് കാണും, പിന്നെ പെട്ടെന്ന് കാണില്ല. അവൻ മിന്നൽ വേഗത്തിലാണ് അവൻ അവിടെ എല്ലായിടത്തുനിന്നും സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അവന് അങ്ങനെ ഒരു പേരിട്ടിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുകയും ചെയ്യുന്നുണ്ട് കല്യാണിയോട്.
അപ്പോൾ കല്യാണി പറയാണ്, അല്ല ചേച്ചി എന്നാലും അവൻ്റെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ, അതെന്തത്? പിന്നെ തന്നെയല്ല, അങ്ങനെ ഒരു ഫോട്ടോ കാണിക്കുകയാണ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും അവനെ വെച്ച് കാണുകയാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കല്യാണി, ഞാൻ ഫോട്ടോ കാണിച്ചു തരാത്തത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ എൻ്റെ അമ്മയുടെ ഫോണിലൊന്നും അവൻ്റെ ഫോട്ടോ ഇല്ല. കാരണം അവൻ്റെ ഫോട്ടോ കാണുന്നത് വരെ ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ആ ഫോട്ടോ ഒന്നും വെക്കാത്തത് എന്നിങ്ങനെ നമ്മുടെ കാർത്തിക മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് പിന്നെ പിടിക്കാം അവനെന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹർ വീണ്ടും വന്ദനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കാറിൽ പെട്ടെന്ന് വരുമ്പോൾ അമ്മയാണ് വാതിൽ തുറക്കുന്നത്. അമ്മയുടെ മുഖത്തൊരു ഭയമൊക്കെ ഉണ്ട്. മോനോ വായോ എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ വരുൺ മുകളിൽ നിന്ന്, വരുൺ അതേ വേഷത്തിൽ, ആണിൻ്റെ വേഷത്തിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ ചോദിക്കുകയാണ്, ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനോഹറിനെ കണ്ടിട്ട് വരുണും ആകൊന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് വരുണിൻ്റെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അവൻ്റെ ഒരു നാണം കണ്ടില്ലേ എന്ന് പറയുകയാണ്. ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവളുടെ ആങ്ങളുടെ മകനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ ജാമ്പവാൻ എന്നിങ്ങനെ വരുൺ തന്നെ പറയുകയാണ്. ജാമ്പവാനോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞങ്ങളുടെ കുട്ടികളുടെ പേരൊക്കെ പലതരത്തിൽ നല്ല വെറൈറ്റി പേരുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ വന്ദനയെ വീട്ടിൽ വിളിക്കുന്നത് മണ്ടോദരി എന്നാണ്. അങ്ങനെ മണ്ടു എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കാറ്. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെടാതെയാണ് പിന്നെ വന്ദന എന്നുള്ള പേര് അവൾ തിരഞ്ഞെടുത്തത് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ശരി എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് വന്ദന എന്തെന്ന് ചോദിക്കുന്നുണ്ട്. വന്ദന അവള് കല്യാണം വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആണോ, എന്നാൽ ശരി ഞാൻ പിന്നെ വരാം എന്ന് പറയുന്നുണ്ട്. മോനെ എന്നാൽ ശരി വേഗം തന്നെ കല്യാണ വിളിയൊക്കെ നടത്തിക്കോട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ മനോഹർ പോവുകയാണ്. മനോഹറിന് യാതൊരു തരത്തിലുള്ള സംശയവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വേഗം തന്നെ നമ്മുടെ വരുൺ പറയാണ്, മുകളിൽ കുറച്ച് പേരിരിക്കുന്നുണ്ട്, ഇക്കാര്യം ഞാൻ അവരോട് ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് അവരോട് ചെന്ന് പറയുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ നിഷയും അതുപോലെ ജുബാനയും അതുപോലെ നിതയുമാണ് അവിടെയുള്ളത്. അപ്പോൾ അവരോട് ചെന്ന് വിവരങ്ങൾ പറയുന്നുണ്ട്. ബെല്ലടിക്കണ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വേഷത്തിൽ പോകരുത്, അവർ ഏത് സമയം എത്തും എന്ന്. അതിനിപ്പോൾ എന്താ, ഞാനിനിയിപ്പോൾ അവൻ്റെ മുന്നിൽ ഇപ്പോൾ ജാമ്പവാനാണ്. അപ്പോൾ ജാമ്പവാനോ എന്നും പറഞ്ഞാൽ അവരങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ തകർച്ചയ്ക്കുള്ള സമയമായി, നിങ്ങൾ എന്തായാലും സംസാരിക്കും, ഞങ്ങൾ മാറിയിരിക്കാം എന്നും പറഞ്ഞ് ജുബാനയും അതുപോലെ തന്നെ നിഷയും കൂടി അവിടെ നിന്നും ആൻറ്റിയുടെ അരികിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നിന്നെ കാണാൻ പറ്റിയത് ഈ മനോഹർ കാരണമാണ്. അത് ജുബാനയൊക്കെ പറഞ്ഞ പോലെ, നിഷയൊക്കെ പറഞ്ഞ പോലെ അത് മനോഹറിനോട് നന്ദി തന്നെയാണ് പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജുബാന, നിഷയാണെങ്കിൽ ഇവർക്ക് വേണ്ട 2 മോതിരം, അതായത് മോതിര കൈമാറ്റം നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയമൊന്നും നടത്തിയിട്ടില്ലല്ലോ, അപ്പോൾ മോതിരം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിയത് കല്യാണിയാണ്. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നിട്ട് നയന ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പൈസ പോലും വാങ്ങിക്കാതെ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് രാഹുലും വിക്രവും കൂടിയിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ് ഗംഗപ്രസാദിനെ. അങ്ങനെ ഗംഗപ്രസാദ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ന് അവരുടെ മുന്നിൽ പെടേണ്ടതായിരുന്നു, ഇതുവരെയും കല്യാണിക്കും കിരണിന് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കണം, എന്നിട്ടും ചേട്ടൻ എന്ത് ധൈര്യത്തിലാണ് അവരുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, പിന്നെ എന്നെ നേരിടാനുള്ളത് ആ കിരണാണല്ലോ, കിരൺ ഇപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുകയല്ലേ. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ അവനെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ മുകളിലേക്ക് നോക്കി ഒരു അനക്കോ ഇല്ലാതെ കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്കിൾ ഇനി വീട്ടിലേക്കൊക്കെ പോകാം, എന്തായാലും പഠിത്തം തന്നെ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവരെല്ലാവരും തിരിച്ചറിയും, ഞാനാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്കിളുടെ കൈകൾ ശുദ്ധമാവും, അങ്കിളിന് പിന്നെ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിക്രം പറയാണ്, ആ കാർത്തികയെ അവൾ അമ്മയും കൂടിയിട്ട് ഞങ്ങളെ പെടാപ്പാട് പെടുത്തിയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. നീ വിഷമിക്കേണ്ടടാ, എല്ലാത്തിനും മറുപടി നിനക്ക് തരും. പിന്നെ കാർത്തികയുടെ സ്വത്തൊക്കെ കണ്ടിട്ടാണല്ലോ നീ അവളുടെ പുറകെ കൂടിയത്, അപ്പോൾ അതിനുള്ള വിഹിതം ഞാൻ എന്തായാലും തന്നിരിക്കും. അവളുടെ പേരിൽ ഒരു 250 കോടി രൂപ അതിന് മേലെ എന്തായാലും കാണുള്ളൂ, അതൊക്കെ എൻ്റെ കയ്യിൽ വന്നു ചേരും. അപ്പോൾ നിനക്കുള്ളതും അതുപോലെ തന്നെ അങ്കിള് പെങ്ങളുടെ സ്വത്ത് മോഹിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത്, അപ്പോൾ അതിനുള്ളതും ഞാൻ തന്നിരിക്കും. എൻ്റെ കൂടെ കൂടിയാൽ ആരെയും ഞാൻ വെറുതെ അങ്ങനെ കൈയൊഴിഞ്ഞ് വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് സന്തോഷമാവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗപ്രസാദ് പറയാണ്, എന്തായാലും ആദ്യം തന്നെ അവളുടെ ശത്രുക്കൾ, അവളുടെ മിത്രങ്ങളെ ഇല്ലാതാക്കണം, എന്നിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഡോക്യുമെൻസുമായി അവരുടെ മുന്നിലേക്ക് പോകുള്ളൂ, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒപ്പ് ഞാൻ വാങ്ങിക്കും, എന്നിട്ട് എല്ലാതും എൻ്റെ കൈക്കലാക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത പോലെ ഇങ്ങനെ പറയുന്നുണ്ട് ഗംഗപ്രസാദ്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.